ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ വളരെ സിമ്പിളായിട്ട് പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കുന്നതും അത് വെച്ചിട്ടൊരു ഷോളിന് ഡിസൈനിങ് ചെയ്യുന്നതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. ആർക്കും ചെയ്യാം, ഏത് ബിഗിനേഴ്സിനും പോട്ട്ലി ബട്ടൺ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ പലരും ക്ലാസ്സിലുള്ള എൻ്റെ വാട്സപ്പ് ക്ലാസ്സിലുള്ള പലരും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. ഞാനിപ്പോൾ ഷോളിൻ്റെ 2 സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, 4 സൈഡിലും വേണം നിങ്ങൾക്ക് ചെയ്യാം. ചുരിദാറിൻ്റെ സ്ലീവിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. സ്കിപ്പ് ചെയ്ത് കാണുമ്പോഴാണ് ഞാനിതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡൗട്ടായിട്ട് കമൻറ്റിൽ വരുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഇതിന് വേണ്ടിയിട്ട് ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മെറ്റീരിയലും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കളർ കോമ്പിനേഷനൊക്കെ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക മെറ്റീരിയൽസൊക്കെ. പിന്നെ നമുക്ക് വാട്സപ്പ് ക്ലാസ് ഉണ്ട് കേട്ടോ. ആ വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് മെറ്റീരിയൽ ഞാൻ എവിടുന്ന് എടുത്തതെന്ന് ചോദിച്ചാൽ മുക്കത്തു നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കോഴിക്കോട് മുക്കത്താണ്. മുക്കെന്ന് മാത്രം പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് കൊല്ലത്താണോ തിരുവനന്തപുരത്താണോ എന്നൊക്കെ. കോഴിക്കോട് മുക്കാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് മെറ്റീരിയൽ എത്രയാണ് എടുത്തത്? ഷോളിന് വേണ്ടിയിട്ട് ഞാൻ 2.25 മീറ്റർ എടുത്തു, പാൻറ്റിന് 2 മീറ്റർ എടുത്തു, ടോപ്പിന് 2.5 മീറ്റർ എടുത്തു. സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ തെർമോക്കോൾ ബോൾസ്. ഇതിങ്ങനെ പാക്കറ്റ് കിട്ടും കേട്ടോ, 10 രൂപയുള്ളൂ. പിന്നെ ഞാൻ ചുരിദാർ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് പീസാണ് ഈ കാണുന്നത്. പിന്നെ കത്രിക, നൂല്, സെയിം ക്ലോത്തിൻ്റെ സെയിം കളർ നൂല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ബോൾസ് ഇത് വലുപ്പം കൂടിയതും കുറഞ്ഞതും പല സൈസിൽ നമുക്ക് കിട്ടും. നമ്മൾ എത്രത്തോളം സൈസിലാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബീഡ്സ് വാങ്ങും. 10 രൂപയുള്ളൂ കേട്ടോ. ഈ ഒരു പാക്കിന് കുറേ കാലത്തിനുണ്ടാവും നമുക്ക് ഇതേപോലത്തെ വർക്ക് ചെയ്യാൻ. അതേപോലെ ഇനിയിപ്പോൾ ബീഡ്സ് കയ്യിലുണ്ടാവില്ല, പഴയ മക്കളെ മാല പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഒരേ വലുപ്പമുള്ള ഇത് പല സൈസിലുള്ള ബോൾസാണ് ഉള്ളത്. ഇനി ബോൾസ് എല്ലാം തുണിക്കഷ്ണം കുഞ്ഞായിട്ട് പൊടിയായിട്ട് തുണിക്കഷ്ണം മുള്ളിൽ വെച്ചിട്ട് പൊതിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും എളുപ്പം ഇതാണ്. തുണി മറ്റേ കട്ട് ചെയ്ത് എടുക്കണ്ടേ. ഇത് നമ്മളെടുത്ത ബോളിനെ ഇങ്ങനെ തുണിയിൽ വെക്കുക, ഒന്ന് പൊതി. ഞാൻ ഡബിൾ ലെയർ ആയിട്ടാണ് തുണി എടുത്തത്, കാരണം ആ ബോൾ പിങ്ക് കളറും തുണി ലൈറ്റ് ഗ്രീനും ആയപ്പം ബോളിൻ്റെ കളർ ഒന്ന് കാണുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ഡബിൾ ലെയർ ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനത്തെ പ്രശ്നം ഇല്ലെങ്കിൽ ഒരു സിംഗിൾ ലെയർ എടുത്താൽ മതി. എന്നിട്ട് ഇതുകൊണ്ട് നന്നായിട്ട് ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക. പൊതിഞ്ഞ് തയ്യൽ തുമ്പ് ഒരു 3/4 ഇഞ്ച് നീളത്തിൽ തയ്യൽ തുമ്പ് വരുന്ന രൂപത്തിൽ. എന്നിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. നൂല് കട്ട് ചെയ്യുക. അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുക്കാൻ 2 അറ്റവും നൂലിൻ്റെ കൂട്ടിക്കെട്ടുന്നെങ്കിൽ അങ്ങനെ കെട്ടാം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ആക്കി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ആ അറ്റം കെട്ട് വലിച്ചെടുത്താൽ കെട്ടായി. നമ്മൾ വിരൽ വെച്ചിട്ട് റൗണ്ട് പോലെ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി കയറും കൊണ്ടേക്ക് എടുത്ത് കെട്ടുക. അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയ അറ്റവും ഇപ്പുറത്തെ അറ്റവും കൂടെ കൂട്ടിയിട്ട് നമ്മൾ സാധാരണ 2 കെട്ടിടുള്ളത് ഇതേപോലെ ഇങ്ങനെയും കെട്ടിടാം കേട്ടോ. ഞാൻ 2 രീതിയും ഒന്നിൽ തന്നെ കാണിച്ചെന്ന് മാത്രം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ചിട്ട് കെട്ടുക. ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് എത്രത്തോളം ബീഡ്സ് വേണോ, അതായത് പോട്ട്ലി ബട്ടൺസ് ബീഡ്സ് അല്ല, പോട്ട്ലി ബട്ടൺ എത്രണ്ണം വേണോ അത്രയും എണ്ണം ആദ്യം ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് പ്ലെയിൻ ടോപ്പിന് വൈറ്റ് കൊണ്ട് ഇങ്ങനെ പോട്ട്ലി ബട്ടൺ ചെയ്യാം, റെഡ് കൊണ്ട് ചെയ്യാം. നമുക്ക് ഏതൊക്കെയാണോ കോൺട്രാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പീസ് ഷോളിൻ്റെ പീസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ തോന്നുന്നത് അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് പല വെറൈറ്റീസിന്. ഇതിപ്പോൾ ഷോളിൻ്റെ അറ്റത്ത് വെച്ചത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതേപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് പാൻറ്റിൻ്റെ സൈഡിൽ ഒക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പം ബട്ടൺസ് ഫുള്ളായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് പൈപ്പിംഗ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബട്ടൺസിന് ഈ ഇത്രയും തയ്യൽ തുമ്പ് ഉണ്ടായിക്കോട്ടെ, എന്നാലേ നമ്മൾ വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പറ്റ തയ്യൽ തുമ്പ് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പം അതവിടെ വൃത്തിയിൽ നിൽക്കില്ല. ആ ബട്ടൻ്റെ അവിടെ കുറച്ച് ഉയരുണ്ടാവുമല്ലോ. അപ്പം നമ്മളിതിന് വേണ്ടിയിട്ട് ആദ്യം ഷോളിന് എത്ര ഗ്യാപ്പിൽ ഓരോരോ ബട്ടണും തമ്മിൽ എത്ര ഗ്യാപ്പ് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് അത് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് സിംഗിൾ ഫൂട്ടാട്ടോ ഞാൻ ഇട്ടത്. പൈപ്പിംഗ് ഫൂട്ടില്ലേ, സിബൊക്കെ വെക്കുന്ന ഫൂട്ട് വെച്ചിട്ട്
ഈ അടയാളം വെച്ചെടുത്ത് നേരെ അങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പം ഈ എൻഡിൽ നിന്ന്, അതായത് ഷോളിൻ്റെ ഈ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് ഗ്യാപ്പെങ്കിലും വേണം. അപ്പോഴാണത് ഒന്ന് മടക്കി തയ്ച്ച് ഫിനിഷ് ആക്കുമ്പോൾ വൃത്തി ഉണ്ടാകുക. 1 ഇഞ്ചോ 1.25 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ ബിഗിനേഴ്സിന് വേണമെങ്കിൽ മൊത്തം ഏത് ലൈനിലേക്ക് കൂടിയാണ് നമ്മൾ തയ്ച്ച് വരേണ്ടത് എന്നുള്ളത് ലൈൻ വേണേൽ വരച്ച് കൊടുക്കാം. എന്നിട്ട് മൊത്തം ഇങ്ങനെ ബട്ടൺ വെച്ച് തയ്ച്ച് പിടിപ്പിച്ചോളി ആദ്യം ബിഗിനേഴ്സ്. ഞാൻ ശരിക്കും ചെയ്യാറുള്ളത് ആ ഫോൾഡിങ്ങും ബട്ടൺ വെക്കലും ഒന്നിച്ചാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യം കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ച് ആ ബട്ടൺ ഫുൾ അവിടെ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം മടക്കി കൊടുക്കുക അറ്റം. ഇതിപ്പോൾ തുണിയുടെ നല്ല വശത്താണ് കേട്ടോ വെച്ചത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തുണിയുടെ നല്ല വശത്താണ് ഈ ബട്ടൺ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നല്ല വശത്തേക്ക് തന്നെ ഒന്ന് മടക്കി തയ്ക്കുക. നമ്മൾ അറ്റം മടക്കി തയ്ക്കില്ല, അങ്ങനെ മടക്കി തയ്ക്കുക. ഫുള്ളായിട്ട് ഈ അറ്റം വരെ മടക്കി തയ്ച്ചതിന് ശേഷം പിന്നെ അതിനെ തിരിച്ച് വെച്ച് പതിച്ചടിക്കുമ്പോഴാണ് നമുക്ക് ആ ബട്ടൺ മാത്രം ഇങ്ങനെ പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്ന രൂപത്തിൽ ഉണ്ടാവുക. അത് ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് ചെയ്യുകയാണെങ്കിലും സൈഡ് ഓപ്പണിന് ചെയ്യുകയാണെങ്കിലും കയ്യിന് താഴെ ചെയ്യുകയാണെങ്കിലൊക്കെ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം, തുണിയുടെ ഷോളിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ തന്നെ നിങ്ങളും ചെയ്യണം. പൈപ്പിങ് ഫൂട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് പതിച്ചടിക്കുക. കണ്ട വെച്ച് കഴിഞ്ഞപ്പം അത് മാത്രം. ഇതിപ്പോൾ ലൈറ്റ് കളറായതുകൊണ്ടാണ് അത്ര ഒരു എടുപ്പ് കാണാത്തത്. ഇതിപ്പോൾ ഈ വൈറ്റ് ഷോളിൻ്റെ അകത്ത് റെഡ്, ബ്ലാക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് മാത്രം എടുത്ത് കാണിക്കും. ഇനി ഈ ഗ്യാപ്പ് കൂട്ടാം, കുറയ്ക്കാം ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സ്റ്റിച്ചിങ് തുടക്കം മുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. പലരും ചോദിക്കും വാട്സപ്പിലേക്ക് കൂടി സ്റ്റിച്ചിങ് പഠിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ. 3500-ലധികം ആളുകളിപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കൂടി കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകളിപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ്സായിട്ടും സ്വന്തം ആവശ്യത്തിനും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സ്വന്തം ഏൺ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പം അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. 2 മാസമാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാകുക. അപ്പോഴേക്ക് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാം പഠിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതെ ബട്ടൺസിൻ്റെ രൂപമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നല്ല ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. അതായത് മെറ്റീരിയൽ എന്ന് പലരും പിന്നെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.